എന്റെ ചെമ്പക ഒന്ന് അഡ്ജസ്റ്റ് കുറച്ച് നടന്നേക്കല്ലേ എല്ലാം ശരിയോ? എല്ലാരും ചേർന്ന് എന്നെ ശരിയാക്കും. അതാ നടക്കാൻ പോന്നെ. ഓ, ആ സുന്ദരമാമനെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ പറ്റാതായി. ഇന്നലെ എന്നോട് പറയുവാ, ഇത്രയും നാൾ ഞാൻ കല്യാണം കഴിക്കാതെ കാത്തിരുന്നത് കുട്ടിക്ക് വേണ്ടിയാണെന്ന്. ഞാനില്ലാതെ അയാൾക്ക് ഇപ്പൊ ജീവിക്കാൻ പറ്റാതായെന്ന്. എന്തോ ഒരു ഞരമ്പുരോഗിയാ. കാണാൻ വള്ളം തുഴഞ്ഞു പോയ ദമ്പതികൾ, പള്ളിയറക്കാവിൽ കാക്കശി കാണാൻ വള്ളം തുഴഞ്ഞു പോയ ദമ്പതികൾ, കാൽപ്പറപ്പിലെ പായലിൽ തട്ടിയ ചന്ദ്രകല വള്ളം മുങ്ങിപ്പോയി, കാൽപ്പറപ്പിലെ പായലിൽ തട്ടിയ ചന്ദ്രകല വള്ളം മുങ്ങിപ്പോയി, രാവിൽ നീന്തിക്കളിച്ചവർ പാട്ടുപാടി, രാവിൽ നമ്മുടെ അമ്മച്ചി ആ പെങ്ങച്ചും തമ്മിലുണ്ടല്ലോ കുട്ടും കടലയും പോലെ ഇരുമയും മനമൊന്നും. അവളെ കൂടാതെ അമ്മച്ചിക്ക് ഇപ്പൊ ഊണമില്ല, ഉറക്കവും ഇല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടോ, ആ പെണ്ണിന്റെ പുറകെ മണത്ത് മണത്തിരുന്ന് പേരുദോഷം ഉണ്ടാക്കി വെച്ച ചവിട്ടി ഇണക്കിയാതിരിക്കും. തെറ്റിദ്ധരിക്കല്ലേ അളിയ, തെറ്റിദ്ധരിക്കല്ലേ. അവിടെ ഓരോ കള്ളക്കളികളും കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ പുറകെ ഇങ്ങനെ മണത്ത് നടക്കുന്നത്. അല്ലാതെ അളിയെ വിചാരിക്കുന്ന പോലെ അവളെന്തോ കൂടോത്ര പണിയായിട്ട് ഇവിടെ വന്ന് കയറിയിരിക്കുന്നു. അവളത് കൂടോത്രമല്ല സുന്ദരേശ, ഒളിച്ചുകളിയാ, കണ്ണുപൊത്തിക്കളി. എന്ന് വെച്ചാ എന്നെയും നിന്നെയും ഒന്നടങ്കം അവള് വിട്ടുകളാക്കുകയാണ്. ഈ പൊറാട്ട് നാടകത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് എന്റെ മകൻ ഹരികൃഷ്ണനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അളിയോ, പരീക്ഷണം തിരക്കഥ എഴുതാൻ തുടങ്ങിയോ? അവനോടൊരു ചാൻസ് എനിക്കൂടെ പറഞ്ഞ് മേടിച്ചറിയ. എന്റെ കുഞ്ഞുനാളുമുള്ള ഒരു ആഗ്രഹമാണ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് എനിക്ക് ചത്താ മതിയെന്ന്. തിരക്കഥയെന്ന് കേട്ടതേ ഉള്ളൂ, ഉടനെ അഭിനയിക്കാനൊക്കെ തയ്യാറായി. സിനിമാക്കാർക്ക് പൊതുവെ നല്ല സമയം, നീ ചെന്ന് കയറി കൊടുക്കും, നല്ല വല്ല നിനക്ക് അവാർഡ് വരെ കിട്ടും. അപ്പൊ ആ ചാൻസും പോയി. പക്ഷെ അളിയോ, അവളെ ഹോം നേഴ്സ് അല്ലേ ഇവിടുത്തെ? അവളെ അമ്മയുടെ ഹോം നേഴ്സ് ആകാനാണോ അത് അമ്പാടി മഠത്തിന്റെ ഹൗസ് വൈഫ് ആകാനാണോ ആഗമന ഉദ്ദേശമെന്ന് കബഡി നിരത്താതെ തന്നെ കണ്ടുപിടിച്ചിരിക്കും ഈ ആനന്ദനുണ്ട്. അതേടോ, എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള എല്ലാ സമസ്യകൾക്കുമുള്ള ഉത്തരവുമായി അമ്പാടി മഠത്തിൽ എത്തും സുന്ദരേശ മലയോര രാജാവ് ചാക്കോച്ചി കങ്കാണി. തൊട്ടുതാലോലിക്കും ഇന്ദ്രലോകം നമുക്കീ പ്രണയം, ചന്ദ്രനും മുല്ലയും തൊട്ടുതാലോലിക്കും ഇന്ദ്രലോകം നമുക്കീ പ്രണയം, പൂനില കായലിൽ മുങ്ങി നീരാടി ജന്മം നമുക്കിഴ ചേർത്തെടുക്കാം, പൂനില കായലിൽ മുങ്ങി നീരാടി ജന്മം നമുക്കിഴ ചേർത്തെടുക്കാം, ജീവൻ ആഴം കൈക്കുമ്പാലളന്നെടുക്കാം, ജീവൻ ആഴം കൈക്കുമ്പാലളന്നെടുക്കാം.
പൊന്നോമനയുണ്ട്. എന്റെ പാറു. കൃഷിയിടം നഷ്ടപ്പെട്ട വകപോക്കാൻ എന്റെ ആ വാത്സല്യത്തെ പിടയ്ക്കുന്ന ഈ നെഞ്ചിൽ നിന്നും പിടിച്ചു പറിച്ചു കൊണ്ടുപോയി പട്ടരസ്വാമി. അല്ലേ? അത് നിനക്കെങ്ങനെ അറിയാം? ഉച്ചമയക്കത്തിന് എപ്പോഴും ആ പേര് ഉച്ചരിക്കാറുണ്ട് മുത്തശ്ശി. ഓ, അതെ. എന്താണെന്ന് അറിയില്ല. നീ അടുത്തുള്ളപ്പോ എന്റെ പാറക്കുട്ടി അരികത്ത് വന്നതുപോലെ നീ സംസാരിക്കുമ്പോ എന്റെ പാറുവിന്റെ കൊഞ്ച ശബ്ദം കേൾക്കും പോലെ നീ അടുത്തെത്തുമ്പോ പാറുവിന്റെ ഗന്ധം പകരുന്നത് പോലെ നീ എപ്പോഴും എപ്പോഴും അവളെ ഓർമ്മിക്കുന്നു. ചില തോന്നലൊക്കെ ഒരു നാൾ സത്യമായി ഭവിക്കാറുണ്ട് മുത്തശ്ശി. എന്ന് വെച്ചാൽ മുത്തശ്ശിയുടെ പാറക്കുട്ടി ഈ മടി തല ചായ്ക്കാൻ അമ്പാടി മഠത്തിലെത്തും. വേണ്ട കുട്ടിയെ, അവള് ഈ അമ്പാടി മഠത്തിലേക്ക് വരരുതെന്ന എന്റെ പ്രാർത്ഥന. എന്തേ? വന്നാ അവളെ കൊല്ലാനും മടിക്കില്ല എന്റെ മകൻ അനന്തൻ. സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന അവന് കൂടപ്പറപ്പൊരു പ്രതിബന്ധമാണ് മോളെ. എല്ലാ പ്രതിബന്ധങ്ങളെയും ഇല്ലാതാക്കി കളയോവൻ വേണ്ടി വന്ന ഈ പെറ്റമ്മയെ പോലും. പിറന്ന നാടിനെ എന്തേ അവൻ കൊന്നു, ഈ കുട്ടനാടിനെ. പിന്നെയാണോ ഈ പെറ്റമ്മ? കണ്ണിലെ അവൻ കെട്ടിപ്പൊക്കിയ ടൂറിസ്റ്റ് സൗധത്തിന്റെ ഉദ്ഘാടന മഹാമകമാണത്രേ കേന്ദ്രമന്ത്രിയും പിന്നെ അനന്തന്റെ ഉറ്റ തോഴൻ മലയോര രാജാവ് ചാക്കോച്ചി കങ്കാണിയൻ തുടങ്ങി സകല കൊള്ളക്കാരും വരുന്നുണ്ടത്രേ. കൊയ്ത്തുത്സവം നടക്കേണ്ട ചിങ്ങം പുലരിയില് എന്റെ കൂട്ടനാടിന്റെ ശവമൊക്കെ ഒന്നും പറയണ്ട എന്റെ അമ്മച്ചി, ഒരു പരോപകാരം ചെയ്തതിന്റെ ദക്ഷിണ കിട്ടിയതാണ്. അപ്പൊ ഇന്ന് നാട്ടുകാരുടെ അടുത്തൊന്ന് ചോദിച്ച് മേടിച്ച് കെട്ടിയല്ലയോ? ചോദിച്ചു വാങ്ങിച്ചതല്ല, അവര് മനസ്സറിഞ്ഞ് തന്നതാ. നീ എന്ത് പരോപകാരമാ ചെയ്തത്? പള്ളാത്തുരുത്തി പാലത്തേന്ന് കമ്പിയെ തൂങ്ങി ബസേൽ ഇങ്ങനെ വരികയാ. അങ്ങനെ തൂങ്ങി കിടന്ന് വരുമ്പോഴേ ഒരു പിഞ്ചു കുഞ്ഞിന്റെ കരച്ചില്. ഞാൻ നോക്കുമ്പോ എന്താ കാഴ്ച? എന്താടാ, ആ കൊച്ചിനെന്തെങ്കിലും പിണഞ്ഞോ? പിണഞ്ഞു. അതിന്റെ വായിന്ന് ഒരു കണക്ഷൻ വിട്ടുപോയതാ പ്രശ്നം. എന്റെ തൊട്ടടുത്ത സീറ്റിലിരുന്ന ഒരു പെണ്ണും പിള്ള കുഞ്ഞിന് പാല് കൊടുക്കുകയായിരുന്നു. പാല് കൊടുത്ത് അവരങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോഴാ ബസ് ഒരു ഗട്ടറിൽ ചെന്ന് ചാടിയത്. അതോടെ കുഞ്ഞിന്റെ വായിന്ന് തള്ളയുടെ കണക്ഷൻ അങ്ങ് വിട്ടുപോയി. അപ്പൊ തുടങ്ങിയതാ കൊച്ചിന്റെ നോൺ സ്റ്റോപ്പ് കാറ്. തള്ളയാണെങ്കിലും ഇതൊന്നും അറിയാതെ പൂണ്ട ഉറക്കം, ഉറക്കത്തോടുറക്കം. അയ്യോ, കൊച്ചാണെങ്കിലും കരയോട് കര, കരോ കര. ആ നിമിഷം എന്നിലെ പരോപകാരി ചടപടയെന്ന് ചടകുടഞ്ഞെഴുന്നേറ്റു. ആ തള്ളയുടെ ഉറക്കം കളയണ്ടല്ലോ എന്ന് വെച്ചേ കൊച്ചിന്റെ വായിന്ന് വിട്ടുപോയ ആ കണക്ഷൻ നിഷ്കളങ്കമായി ഈ കൈകൊണ്ടു ഞാനൊന്ന് റീകണക്ട് ചെയ്ത് കൊടുത്തു. പിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പച്ചിയേ. അയ്യോ,
കൊച്ചിന്റെ കാറിൽ നിന്നു. പിന്നെ അങ്ങോട്ട് എന്റെ കാറിലല്ലായിരുന്നു. ആ തള്ളയും ബസ്സിലുണ്ടായിരുന്ന കുറെ സദാചാര പോലീസുകാരും കൂടി ചേർന്ന് എന്നെ ബാബറി മസ്ജിദ് പോലെ ആക്കിയില്ലേ. എന്റെ ഈ പെടലിയുടെ താഴിയെ കൂടെ അവന്മാര് തവിട് പൊടിയാക്കി കളഞ്ഞപ്പച്ചേ. നിനക്ക് എങ്ങോടെങ്കിലും ഓടി രക്ഷപ്പെടാൻ പാടില്ലായിരുന്നോ? താഴെ നിർത്തിയിട്ട് വേണ്ടേ ഓടാൻ? അല്ലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ഞാൻ എങ്ങോട്ട് ഓടാനാ? പരോപകാരം ഞാൻ നിർത്തി അമ്മച്ചി. പരോപകാരിമേ പുണ്യമെന്ന് എഴുതി വെച്ചവനെ എങ്ങാനും എന്റെ കയ്യിൽ കിട്ടിയാൽ ഒലക്കയ്ക്ക് ഞാൻ എറിഞ്ഞു. ഒലക്കയ്ക്ക് എറിഞ്ഞല്ലോ. പിന്നെ അടിച്ചു കൊല്ലാൻ ചെന്ന അവന്മാർ ഒലക്ക മേടിച്ച് എന്നെ തല്ലി കൊല്ലത്തില്ല. ഇതുകൊണ്ടൊന്നും ആയില്ല സുന്ദരേശ. നിന്റെയും നിന്റെ അളിയന്റെയും കയ്യിലിരിപ്പിന് മുമ്പിൽ തീയിലിട്ട് നീറ്റിച്ച് ദഹിപ്പിക്കേണ്ടതാ രണ്ടെണ്ണത്തിന്. സ്വയം ഉമിത്തി വീണ അമ്മച്ചി ദഹിക്കാതിരുന്നാ മതി. ഇന്ന് രുക്മിണി അമ്മച്ചിയുടെ ശത്രു വരുന്നുണ്ട്. മലയോര രാജാവ് ചാക്കോ ചിക്കങ്കാണിയും കായൽ രാജാവ് അനന്തനുണ്ണിയും കൂടെ നടത്തുന്ന പൊറാട്ട നാടകമേ ഇന്ന് എല്ലാവർക്കും ലൈവായിട്ട് കാണും. ചാക്കോച്ചിയുടെ വര പറഞ്ഞ് മുഖം വീർപ്പിക്കുന്നമ്മേ. കാരണം അമ്മയ്ക്കുള്ള ഒരു സന്തോഷ വർത്തമാനവുമായിട്ടാണ് കങ്കാണിയുടെ ഇന്നത്തെ വരവ്. ഒരു മനുഷ്യായുസ് മുഴുവൻ കണ്ണും കെട്ടമ്മ കാത്തിരുന്ന അമ്മയുടെ നഷ്ടസ്വപ്നത്തെ കണ്ടെത്തിയിരിക്കുന്നു കങ്കാണി. എന്റെ കൂടപ്പുറപ്പിന് അമ്മയുടെ പാർവതി. ഈ കേരകേമാര ഭൂമിയെ മാനഭംഗപ്പെടുത്തുന്ന പീഡകരാണല്ലോ അമ്മയ്ക്ക് ഞാനും ചാക്കോച്ചിയും ഒക്കെ. ഇനിയെങ്കിലും ആ ചാക്കോച്ചിയോടുള്ള വെറുപ്പിന്റെ ക്വാണ്ടിറ്റി ഒരല്പം കുറച്ചുകൂടെ എന്റെ അമ്മയ്ക്ക്. എന്തിനാ? പുന്നാര മകളെ തേടി പിടിച്ച് കണ്ടെത്തി തന്നതിന്. പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി തന്നാലും ചാക്കോച്ചി കങ്കാണിക്ക് ഈ അമ്മയുടെ മനസ്സിന്റെ പൂമുറ്റത്ത് കയറാൻ പറ്റില്ല മോനെ. മോനെ അനന്ത, നീ ആഭരണമായി അരയിൽ ചുറ്റിയിരിക്കുന്ന ചാക്കോച്ചി കങ്കാണി കാളകൂട വിഷവുമായി കാത്തിരിക്കുന്ന കാർക്കോടക സർപ്പമാണ് മോനെ. ഒരു നാൾ ആ സർപ്പം നിന്റെ നെറുകയിൽ തന്നെ ആഞ്ഞു കൊത്തും. അന്ന് നിന്റെ കാതിൽ വീണ്ടും മുഴങ്ങും. നീ മനഃപൂർവം മറന്നുപോയ ആണിന്റെ തുടിയും നാട്ടിലെ പാട്ടും. ചാക്കോച്ചി വീണ്ടും മലയിറങ്ങി നിന്റെ മട നേടി വന്നത് ഉരുൾപൊട്ടി കുതിച്ചെത്തുന്ന മലവെള്ള വാർത്തയുമായിട്ടാണ് കുട്ടനാട്. പറയൂ ചാക്കോച്ചി, എവിടെ എവിടെ എന്റെ രക്തബന്ധത്തിന്റെ ആ നേർപങ്ക്? അവരെ നീ തേടി പോകണ്ട. ഇവിടേക്ക് നിന്നെ തിരക്കി വരുന്നുണ്ട് കരിമ്പാറക്കരുത്തോടെ ചിദംബരത്തു നിന്നും പാർവതിയമ്മ. നിന്റെ സങ്കല്പത്തിനും അപ്പുറത്താണ് കുട്ടനാട് ആ ചിദംബരാഗ്രഹാരത്തിലെ നിന്റെ നേർവങ്ങൾ. അവരുടെ ഒരു കാലാൾക്കരിവനെ പോലും വെട്ടിയെടുക്കാൻ നിന്റെ തലച്ചോറിലിരമ്പുന്ന തേനീച്ചക്കൂട്ടങ്ങൾക്കാവില്ല ചങ്ങാതി. ആകാശത്തെയും നക്കിത്തുളയ്ക്കാൻ കൽപ്പുള്ള സപ്തസാഗര ഗർജനമാണ് കുട്ടനാട് ആ പാർവതി സ്വാമിനാഥൻ. അവരുടെ മടങ്ങി വരവ് നിനക്ക് നഷ്ടപ്പെടുത്തുക ഹരിചന്ദനപ്പറയും അമ്പാടിമടവും മാത്രമായിരിക്കില്ല, നിന്റെ കുട്ടനാടൻ കിരീടവും തട്ടിത്തെറിപ്പിക്കും പാർവതി.
അതിനു മുമ്പ് പച്ച ജീവനവളെ അവളെ വെച്ച് ഞാൻ മടയുറപ്പിച്ചിരിക്കും അനന്തനുള്ളി. ആ ദിവാസ്വപ്നം ഒട്ടും എളുപ്പമല്ല കുട്ടനാട്. പിന്നെ പിന്നെ ഞാൻ എന്താ ചെയ്യണം? അറ്റകൈ പ്രയോഗം തന്നെ കടന്ന കൈ എന്ന് വെച്ചാൽ തായ്വേരറക്കണം. തായ്വേരി മനസ്സിലായില്ല. നിശബ്ദയാക്കേണ്ടത് പാർവതിയമ്മാടിനെയല്ല, 60 ആണ്ടുകൾക്ക് മുമ്പ് നടന്ന പട്ടേൽ സ്വാമിയുടെ തട്ടിക്കൊണ്ടുപോകലിന്റെ ജീവിച്ചിരിക്കുന്ന ഏക സാക്ഷ്യത്തെ, നിങ്ങളുടെ പെറ്റമ്മയെ. അമ്പാടിമഠത്തിലെ രുക്മിണിയമ്മ കൊല്ലപ്പെടണം. സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ പൊക്കിൾക്കൊടി ബന്ധത്തെയും ശ്വാസം മുട്ടിച്ചു കൊല്ലാം. മുലപ്പാതി ചുരത്തുന്ന മാതുസ്ഥലങ്ങളും അരിഞ്ഞെടുക്കാം കുട്ടനാട. അമ്മ താരാട്ടിനെയും കഴിവിലേറ്റാം ചേക്കാടി. കൊന്നു കളയട അനന്തനുണ്ണി അമ്പാടി മഠത്തിലെ രുക്മിണിയമ്മേ, സ്നേഹത്തോടെ. പടവാളേന്തി കുതിച്ചെത്തുന്ന പാർവതിയമ്മാളിന് അന്ത്യചുംബനമർപ്പിക്കാനായി ഈ ഇറയത്ത് വെള്ളം മൂടി പുതപ്പിച്ച് കിടത്തി കൊടുക്കടാ നിങ്ങളുടെ പെറ്റമ്മയെ. കുറ്റബോധം വേണ്ട. പണത്തിനു വേണ്ടി പിറന്ന മണ്ണിനെയും പണയപ്പണ്ടമാക്കാം. ഒറ്റ പണത്തിനു മീതെ ഏത് കൃഷ്ണപ്പരിന്താണ് കുട്ടനാടാ വട്ടമിട്ട് പറക്കുക. എനിക്കറിയില്ല ചമ്പകം. മുത്തശ്ശി എവിടേക്കാ പോയതെന്നോ ഇപ്പൊ ഇവിടെ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. പിന്നെ മുത്തശ്ശി അരിച്ചു പറക്കാൻ ഈ കുട്ടനാട് ഒരിടം പോലും ബാക്കിയില്ല. ഈ മടവും പുറത്തെ തൊടിയും തോട്ടവും മാത്രമായിരുന്നു മുത്തശ്ശിയുടെ ലോകം. ഇവിടെ വിട്ട് മുത്തശ്ശി ഒരിടത്തും പോവില്ല. പിന്നെ വല്ലപ്പോഴും തൊടാൻ മങ്കൊമ്പ് കാവൂര് മാത്രം ഒരു യാത്ര. ഇതിപ്പോ മുത്തശ്ശി എങ്ങോട്ടാ പോയിരിക്കണേ? ആരോടും ഒരു വാക്കുപോലും ഉരിയാടാതെ. ഈ കൈകളിലേക്കല്ല ചമ്പവും ഞാൻ എന്റെ മുത്തശ്ശി ഏൽപ്പിച്ചത്. എന്നിട്ടിപ്പോ അങ്ങനെയൊന്നും പറയല്ലേ ഹരിയേട്ട. ഇന്നലെ രാത്രി ഉറങ്ങുമ്പോഴും ഞാൻ മുത്തശ്ശിക്ക് അരികിൽ തന്നെ ഉണ്ടായിരുന്നു. കഥയും പാട്ടുമൊക്കെയായി. പിന്നെ പിന്നെ എപ്പോഴാ എന്താ ഉണ്ടായെന്ന് എനിക്ക് അറിയില്ല. തന്നെ കുറ്റപ്പെടുത്തിയതല്ല, എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയത്. ഇനിയിപ്പോ സ്വന്തം നിനക്ക് അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല. പോലീസിൽ അറിയിക്കണം. പോലീസിൽ അറിയിക്കുമ്പോ നേവിക്കാരെ മക്കളെ അറിയിക്കേണ്ടത്. അതെന്തിനാ? എന്റെ ബലമായ സംശയം മുത്തശ്ശി കാലി തെറ്റി ആട്ടിലേക്കോ മറ്റോ വീണേ അടിയൊഴുക്കും മുത്തശ്ശിയും കൊണ്ട് അങ്ങ് പോയി. അവനാണെന്ന് ഞാൻ നോക്കില്ല. അനാവശ്യം പറഞ്ഞു അതിന് നീ എന്തിനാണ് സുന്ദരേശനോട് ഗർഭിക്കുന്നത്? അവൻ സ്വാഭാവികമായ ഒരു സംശയം നമ്മളുമായി പങ്കുവച്ചു, അത്ര തന്നെ. സുന്ദരേശൻ പറഞ്ഞതിലും കാര്യങ്ങളില്ലാതില്ല. അമ്മയ്ക്കായി കരയരിച്ചാൽ പോരാ, കായലും കടയേണ്ടി വരും. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദി മറുപടി പറയുന്നു. അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി എങ്ങാണ്ട് വലിച്ചു കയറ്റിക്കൊണ്ടുവന്ന ഈ ഹോംലെസ് അമ്മ ഒന്ന് അച്ഛനെന്തിങ്ങനെ കാലടിച്ച് ഓടി വെക്കുന്നത്? എന്താ നിനക്ക് നന്ദോ? നന്ദാണോ നിനക്ക്? ഈ ഏപ്രിലിൽ നിനക്ക് കെട്ടണോ? അല്ലല്ലോ, എന്നെ പോയി അമ്മയെ അന്വേഷിക്കും. ഒരു കാരണ ഞാൻ പറയാം. എന്റെ അമ്മയുടെ ശവശരീരമാണ് അമ്പാടി മരത്തിലേക്ക് എത്തുന്നതെങ്കിൽ ഇവിടെ ഒന്നല്ല 2 ശവമടക്കം നടക്കും. അതിലൊന്ന് നിന്നെ ഈ ഹോംലെസിന്റെ വരും. ചെമ്പം, നീ അകത്ത് പോ.
എന്നാലും എന്റെ കുട്ടനാടാ, രായ്ക്ക് രാമാനം ഇരി ചെവി അറിയാതെ നീ പണി പറ്റിച്ചു കളഞ്ഞല്ലോ. എവിടെ കൊണ്ടുപോയി താത്തണം? ഈ വിളിച്ചു പോകുന്നു. അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. കോമഡി ഉപദേശിച്ചു തന്ന ഈ കൂട്ടാളിയോട് തന്നെ വേണം നിന്റെ ഈ ഓസ്കാർ അഭിനയം. അഭിനയമല്ലാന്ന് നുണ പറയുന്നതുമല്ല. സത്യമായിട്ടും അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. ഒന്ന് ചുമ്മാതിരിയന്റെ കുട്ടനാടാ. സുന്ദരേശ, കൊള്ളാമല്ലോടാ നിന്റെ അളിയൻ. അളിയൻ പറയുന്ന നേരാ മുതലാളി. ചാക്കോച്ചി, താനെന്നെ ഒന്ന് വിശ്വസിക്കണം. എവിടെ വേണമെങ്കിലും പിടിച്ച നാണയണം. വേണമെങ്കിൽ തിളച്ച എണ്ണയിൽ കൈമുക്കി തെളിയിക്കാം. ഞാൻ എന്റെ നിരപരാധിത്വം. സത്യമായിട്ടും അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ രുക്മിണിയമ്മ എവിടെ? അതെ, അത് തന്നെയാണ് എന്നെയും മനസ്സിന്റെ ചോദ്യം. അമ്പാടി മഠത്തിൽ അമ്മ എങ്ങോട്ട് പോയി മറന്നു? കുട്ടനാടാ, ഗുരുതരമായ ഒരു ഊരാക്കുടുക്കിലാ നീ ചെന്ന് പെട്ടിരിക്കുന്നത്. രുക്മിണിയമ്മയുടെ തിരോധാനത്തിൽ ക്രൂശിലേറ്റപ്പെടാൻ പോകുന്നത് നീയാ. ജീവനോടെ മറഞ്ഞിരിക്കുന്ന രുക്മിണിയമ്മ നിന്റെ തലയ്ക്കുമേൽ തൂങ്ങിയാടുന്ന വാൾത്തറപ്പായിരിക്കും. കരുതി വെച്ചോ കുട്ടനാടാ, കൂരമ്പ് പോലെ നിന്റെ നെഞ്ചിന് നേരെ പാഞ്ചെത്താൻ പോകുന്ന ജ്യോതിശരങ്ങൾ തടുക്കാൻ ഉത്തര പരിചകൾ. നിന്റെ നേർവങ്ങൾ ചിദംബരാഗ്രഹാരത്തിലെ പാർവതിയമ്മ. അമ്പാടിമഠത്തിലെ പണിപ്പുരയും കിടന്ന് അമ്മാളെത്തിക്കഴിഞ്ഞു കുട്ടനാടാ. ഉണ്ണി, അനന്തനുണ്ണി. അനന്തനുണ്ണിയല്ലേ? ആണെങ്കിൽ ആണ്, എനിക്കറിയാം. രക്തത്തെ രക്തത്തിന് തിരിച്ചറിയാൻ പറ്റും. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? നിന്നെ പെറ്റിട്ട് അതേ ഉദരത്തിൽ പിറന്നവളാണ് മോനെ ഈ ഞാനും. നിന്റെ നേർവങ്ങൾ, നിന്റെ പാർവച്ചേ. തലയ്ക്ക് തോന്നില്ലേ? ഈ പ്രതികരണം തന്നെയാണ് നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് എനിക്ക് ഒട്ടും അമ്പരപ്പില്ല. ഞാൻ വന്നത് നിന്നോട് കലമ്പാനല്ല, എന്റെ അവകാശങ്ങൾ നിന്നോട് ചോദിച്ചു വാങ്ങാനാണ്. അതിനായി ആദ്യം ഈ പൂമുഖത്തെ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് എന്റെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കട്ടെ. അവിടെ നിൽക്കാൻ അവിടെ നിൽക്കാൻ പേടിപ്പിക്കുന്നോടാ തീരട്ട പയലെ. എന്താടാ എന്നെ പേടിപ്പിക്കാമെന്ന് കരുതിയോ? പ്രായത്തിന് മൂത്തത് ഞാനാ. ഓട്ടിച്ചതിന്റെ കറിഞ്ഞ പൂജയും. അളിയോ, ഇതാരെ പുഴച്ചി തലവിയോ? ഇനി എന്റെ ചോദ്യങ്ങൾക്ക് ഓരോന്നോരോന്നായി ഉത്തരം പറയണം. എന്റെ ഒന്നാമത്തെ ചോദ്യം, എവിടെ എവിടെ എന്റെ മകൾ? മകളോ? ഏത് മകൻ? ഇത് തന്നെ എന്റെ മകൾ ചെമ്പകം. അമ്മേ, ക്ഷമിക്കണം. എന്തിനാ? അനുവാദം ചോദിക്കാതെയാണെങ്കിലും നീ വന്നെത്തിയത് നമ്മുടെ തറവാട്ടിൽ തന്നെയല്ലേ?
അമ്പാടി മഠത്തിൽ സ്വന്തം മാതുലിനരികിൽ, അതും സ്വന്തം മുറച്ചക്കന്റെ ഒപ്പം. എന്റെ രണ്ടാമത്തെ ചോദ്യം, എവിടെ ഹരിചന്ദനപ്പറ? സുന്ദരേശ, എന്താ അളിയാ? എടുത്തോണ്ട് എഴുതി വിടണം. ആ ആക്രി ചരക്കുകളുടെ മുഖത്തൊക്കെ. എന്റെ മൂന്നാമത്തെ ചോദ്യം, എവിടെ എന്റെ അമ്മ? എവിടെ കൂടെ